അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹിഡനി വന്ന എല്ലാവർക്കും നമ്മൾ കേക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് ചേട്ടനാണ് ഫുഡൊക്കെ ഇന്ന് ഓർഡർ ചെയ്തത്. ഈ ഫസ്റ്റ് വന്ന ഐറ്റത്തിന്റെ പേരും സെക്കൻഡ് വന്ന ഐറ്റത്തിന്റെ പേരും തേർഡ് വന്ന ഐറ്റത്തിന്റെ പേരും എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഈ ഫസ്റ്റ് വന്ന ഈ സംഭവം അത് അടിപൊളിയായിരുന്നുണ്ട്. കാരണം ഈ സെക്കൻഡ് വന്നത് അത്ര കുഴപ്പമില്ല, എന്നാലും നല്ലതായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും ചേച്ചിക്ക് ഓറഞ്ച് ജ്യൂസും അവരെല്ലാം മിൻറ്റ് ലൈമും ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബ്രെഡും അതിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം വന്നു കേട്ടോ. ഇതും പക്ഷേ ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും ഒരു ഐറ്റമേ മാത്രമേ പറയത്തുള്ളൂ, ചിക്കൻ ബിരിയാണി. അതുകൊണ്ട് ഞാൻ വേറൊരു ഐറ്റത്തിൻ്റെ പേരോട്ട് പഠിച്ച് വെക്കുന്നുമില്ല കേട്ടോ. പിന്നെ അവരുടെ പൈപ്പിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നത് ഈ ഒരു സ്റ്റൈലായിട്ടോ, നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തലപ്പാങ്കെട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ തമിഴ്നാട്ടുകാരുടെ ഒരു എന്താ പറയുക, ഒരു അടിപൊളി ഫുഡായിട്ട് ഈ തലപ്പാങ്കെട്ട് ബിരിയാണി എന്ന് പറയുന്ന ബിരിയാണികൾ കുറേ ഉണ്ട്. അതിലൊരു ബിരിയാണി കേട്ടോ ഇത്. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടില്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ഞാൻ മട്ടനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കറിയൊക്കെ കഴിച്ചിട്ടുള്ളൂ, പക്ഷേ ഈ മട്ടൻ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനധികം എരിവൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ നമുക്കൊരു പാക്കിൻ്റെ സംഭവം തോന്നുന്നു, ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ തരും കേട്ടോ. അതേ ഞാൻ ഈ റെസ്റ്റോറൻറ്റിനായി ബർത്ത്ഡേ കുട്ടിക്കൊരു ഐസ്ക്രീമൊക്കെ കൊടുത്തേ. ഇത് ബർത്ത്ഡേ കുട്ടി മാത്രമല്ല, കൂടെ വന്ന വലിയ കുട്ടിയും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു.